السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا أما بعد. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നാം നിസ്കാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും സൂക്ഷ്മത കുറവുകൊണ്ടോ ശ്രദ്ധ കുറവുകൊണ്ടോ വിട്ടുപോകുന്നതും നിർവഹിക്കൽ ഒരു അത്യന്താപേക്ഷിതമായ കാര്യവുമായ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. നമ്മളൊക്കെ ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു, ഫർളും സുന്നത്തുമായിട്ട്. വിശിഷ്യ റമളാൻ മാസത്തിലൊക്കെ തറാവീഹ് അടക്കമുള്ള പല നിസ്കാരങ്ങളും നിർവഹിക്കുന്നു. ആ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ പലപ്പോഴും അതിൽ കറാഹത്തുകൾ വന്നു ചേരാതെയുള്ള നിസ്കാരമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. എന്നാലാണ് അത് സ്വീകാര്യതയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ളത്. അപ്പൊ കറാഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള നിസ്കാരങ്ങളാണ് നമ്മളിൽ പലരുടെയും നിസ്കാരങ്ങൾ. അത് സൂക്ഷിക്കുന്ന ആളുകളെ ഞാൻ മാറ്റി നിർത്തിയാണ് സംസാരിക്കുന്നത്. എന്നാൽ ഏതൊക്കെയാണ് ആ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ, ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പലരും പഠിച്ചവരാണെങ്കിലും അത് ബോധമില്ലാതെ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അത് പാലിക്കാത്ത അവസ്ഥയുണ്ട്. പണ്ഡിതന്മാരിൽപ്പെട്ട പലരുടെയും തന്നെ അശ്രദ്ധ കൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ പോലും അങ്ങനെ ഉണ്ട് എന്നാണ് സാഹചര്യങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പ്രത്യേകമായി നിസ്കാരത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഹ്രസ്വമായി ഉണർത്തുകയാണ്. നിസ്കാരത്തിലെ ഏതെങ്കിലും സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നത് തന്നെ വലിയ പാതകമായിട്ടാണ് ഫിഖ്ഹ് കാണുന്നത്. മഹാനായ ശൈഖ് മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ മുഈനിൽ അത് നിസ്കാരത്തിലെ ഏത് സുന്നത്തുകൾ ഒഴിവാക്കലും അത് കറാഹത്തായി വരും എന്ന് പറയുന്നുണ്ട്. എങ്കിലും മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അത് ഒത്തുതീർപ്പാക്കിക്കൊണ്ട് സംസാരിച്ചത് എല്ലാ സുന്നത്തുകളും അതിൽ പെടില്ല എങ്കിലും ഒഴിവാക്കുന്നതിൽ നിരോധനം വന്നതോ അല്ലെങ്കിൽ നിർബന്ധമാണെന്ന് അഭിപ്രായമുള്ളതോ ആയ സുന്നത്തുകൾ ഉപേക്ഷിച്ചാൽ അതിൽ കറാഹത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ 77-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഫായിദത്തുൻ യുക്റഹു ലിൽ മുസല്ലി അദ്ദക്കരി വഗൈരിഹി തർക്കു ശൈഇൻ മിൻ സുനനിസ് സ്വലാത്തി. قال شيخنا وفي عمومه نظر والذي يتجه تخصيصه بما ورد فيه نهي أو خلاف في الوجوب. നിസ്കരിക്കുന്നവനിക്ക് കറാഹത്താണ് അദ്ദക്കരി വഗൈരിഹി, പുരുഷനാവട്ടെ പുരുഷനല്ലാത്തവരാകട്ടെ, തർക്കു ശൈഇൻ മിൻ സുനനിസ് സ്വലാത്ത്, നിസ്കാരത്തിന്റെ സുന്നത്തുകൾപ്പെട്ട ഏതൊരു സുന്നത്ത് ഉപേക്ഷിക്കലും കറാഹത്താണ് എന്നത് അദ്ദേഹം പറഞ്ഞ വീക്ഷണമാണ്. എന്നാൽ ഇവിടെ ഖാല ശൈഖുന ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഫീ ഉമൂമിഹി, എല്ലാ സുന്നത്തുകളും ഉപേക്ഷിക്കുന്നത് കറാഹത്താണ് എന്ന് വ്യാപകമായി പറഞ്ഞതിൽ ഉണ്ട് നളറുൻ, ഒരു സംശയമുണ്ട്, ഒരു അഭിപ്രായമുണ്ട്, ഒരു ഭിന്ന വീക്ഷണമുണ്ട്. വല്ലദീ യത്തജിഹു, എന്നാൽ ന്യായമായും ഉദ്ധരിക്കപ്പെടാൻ പറ്റുന്നത് തഖ്സീസുഹു, ആ കറാഹത്ത് പ്രത്യേകമാകുമെന്നതാണ്. ബിമാ, ഒരു സുന്നത്ത് ഉപേക്ഷിക്കുന്നത് കൊണ്ട്. വറദ ഫീഹി, ആ സുന്നത്ത് ഉപേക്ഷിക്കുന്നതിൽ വന്നിട്ടുണ്ട് നഹിയുൻ, നിരോധനമായ ഉത്തരവ് വന്നിട്ടുണ്ട്. ഔ ഖിലാഫുൻ ഫിൽ വുജൂബി, അല്ലെങ്കിൽ അത് നിർബന്ധമാണ് എന്ന് അഭിപ്രായം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നത് കൊണ്ടേ കറാഹത്ത് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശൈഖ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത് ഏത് സുന്നത്ത് ഉപേക്ഷിച്ചാലും നിസ്കാരത്തിൽ കറാഹത്ത് സംഭവിക്കുമെന്നാണ്. എന്നാൽ ഇബ്നു ഹജർ റളിയല്ലാഹു പറഞ്ഞ എന്താണ്, കുറച്ച് ഖണ്ഡിതമായിട്ട് പറഞ്ഞത് നിരോധനം ഉപേക്ഷിക്കുന്നതിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിർബന്ധമാണ് ചെയ്യൽ സുന്നത്ത് എന്ന് ചില സുന്നത്തുകളെ കുറിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സുന്നത്തുകളെ ഉപേക്ഷിച്ചാൽ കറാഹത്ത് വരും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു പറയുന്നു. അപ്പൊ നമ്മളിവിടെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, ഏത് നിസ്കാരമാവട്ടെ, ജനാസ നിസ്കാരം അല്ലാത്ത നിസ്കാരത്തിലൊക്കെ പ്രത്യേകമായും മറ്റ് നമ്മൾ ചെയ്യുന്ന ഫർളും സുന്നത്തുമായ എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ പാലിക്കൽ ഇതുപോലെ പാലിക്കൽ അത്യന്താപേക്ഷിതമായതും അത് വിട്ടുപോയാൽ കറാഹത്ത് ക്ഷണിച്ചു വരുത്തുന്നതുമായ കുറെ കാര്യങ്ങളുണ്ട്.
അതില് ഖണ്ഡിത വീക്ഷണമുള്ള ഒന്ന് രണ്ടെണ്ണം ഞാൻ ഉദ്ധരിക്കുകയാണ്. അഥവാ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യമായിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ ചെയ്യേണ്ടത് എന്തായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് മഹാനായ മഖ്ദൂം തങ്ങൾ എഴുതുന്നു. ഓ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. വഖീല യജിബു, സുന്നത്ത് മാത്രമല്ല നിർബന്ധം തന്നെയാണെന്ന അഭിപ്രായവുമുണ്ട്. ബാദ തഹറുമിൻ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം ബി ഫർദിൻ, ഫർളായ നിസ്കാരങ്ങളെ കൊണ്ടോ ഔ നഫിലിൻ, അല്ലെങ്കിൽ സുന്നത്തായ നിസ്കാരങ്ങളെ കൊണ്ടോ, മാ അദാ സ്വലാത്ത ജനാസ, ജനാസ നിസ്കാരം അല്ലാത്ത ഏത് നിസ്കാരമാണെങ്കിലും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം സുന്നത്താണ്, നിർബന്ധമാണെന്ന അഭിപ്രായം വരെയുണ്ട്. ഇഫ്തിതാഹുൻ, ഇഫ്തിതാഹിന്റെ ദുആ ചൊല്ലൽ. ഇഫ്തിതാഹിന്റെ ദുആ എന്ന് പറഞ്ഞാൽ വജ്ജഹ്തുവാണ് നമ്മൾ ഓതാറുള്ളത്. അത് ഓതൽ സുന്നത്താണ്, അത് പതുക്കെയാണ് ഓതേണ്ടത്. ഓതേണ്ടത് എപ്പോഴാണെന്നും കൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. ഇൻ അമിന ഫൗത്തൽ വഖത്തി, നിസ്കാരത്തിൽ നിന്ന് അല്പമെങ്കിലും വക്തിന്റെ പുറത്തേക്ക് പ്രവേശിക്കില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ, എന്ന ഉറപ്പുണ്ടെങ്കിൽ. അതുപോലെ ഗലബ അല വന്നിൽ മൗമൂമി ഇദ്റാക റുകൂഉൽ ഇമാമി, ഇമാമിനെ തുടർന്ന് മൗമൂമ ആകുമ്പോൾ ഇമാം റുകൂഇലെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എന്റെ കാര്യങ്ങളൊക്കെ, ഖിയാമിലുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയും എന്ന മികച്ച ധാരണ ഉള്ളവനും ആണ് എങ്കിൽ ഇഫ്തിതാഹിന്റെ ദുആ നിർവഹിക്കൽ സുന്നത്താണ്. എപ്പോൾ വരെ നിർവഹിക്കുക? ആ മഅ്മൂമ ഇമാമിനോടുകൂടെ ഇരിക്കാത്ത സമയത്തോളം. അഥവാ ഇവൻ തുടർന്നതിന് ശേഷം ഇമാമിന് ഇരുത്തത്തിന്റെ മഹല്ലാണെങ്കിൽ മഅ്മൂമ എന്ന നിലയ്ക്ക് ഇമാമിനോട് തുടരാൻ വേണ്ടി പോകണമല്ലോ. അപ്പൊ മഅ്മൂമിന്റെ കൂടെ ഇരിക്കേണ്ടി വരും. അപ്പൊ തക്ബീർ കെട്ടിയ ഉടനെ തന്നെ നേരെ അവൻ പോകുന്നത് ഇമാമിന്റെ ഒപ്പം അത്തഹിയ്യാത്തിലേക്കോ സുജൂദിലേക്കോ അങ്ങനെയുള്ള ഇരുത്തത്തിലേക്കാണ്. അങ്ങനെയുള്ള ഇരുത്തം സംഭവിക്കാത്ത ആൾക്ക്, അങ്ങനെയുള്ള മഅ്മൂമിനിക്ക് ഇഫ്തിതാഹിന്റെ ദുആ സുന്നത്താണ്. അതുപോലെ വൈൻ ഖാഫ ഫൗത സൂറത്തിൻ, സൂറത്ത് നഷ്ടപ്പെട്ടുപെടുമെന്ന് പേടിച്ചാൽ പോലും, സൂറത്ത് സുന്നത്തായി വരുന്ന സമയമുണ്ടല്ലോ മഅ്മൂമിനും ഉള്ളവരുമൊക്കെ. അപ്പൊ അത്തരം സൂറത്ത് കിട്ടില്ല എന്ന് പേടിച്ചാൽ പോലും ഇഫ്തിതാഹിന്റെ ദുആ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് സുന്നത്താണ്, നിർബന്ധമാണെന്ന അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും നിർബന്ധമാണ് എന്ന അഭിപ്രായം വന്ന ഒരു സുന്നത്ത്, ആ സുന്നത്ത് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്നതിൽ ഖിലാഫില്ല. അപ്പോ വജ്ജഹ്തു എന്ന് പറയുന്ന, നമ്മൾ ഇഫ്തിതാഹിന്റെ ദുആ എന്ന് പറയപ്പെടുന്ന ആ ദുആ ഏത് നിസ്കാരത്തിലും, ജനാസ നിസ്കാരം അല്ലാത്ത സർവ ഫർള്, സുന്നത്ത്, തസ്ബീഹ്, തറാവീഹ്, വിത്ർ, മുത്ലഖൻ സുന്നത്ത് നിസ്കാരം വരെയുള്ള ഏത് നിസ്കാരങ്ങളിലും ആ ഇഫ്തിതാഹിന്റെ ദുആ ഓതൽ സുന്നത്താണ്. ഉപേക്ഷിച്ചാൽ കറാഹത്ത് സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തറാവീഹ് നിസ്കാരം പോലെയുള്ള നിസ്കാരങ്ങളിൽ എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒന്നാമത്തെ റക്അത്തിൽ ചില ഇമാമിയങ്ങൾ ഇഫ്തിതാഹിന്റെ ദുആ വജ്ജഹ്തു ഓതും. മറ്റുള്ള റക്അത്തുകളിൽ ഓരോ ഈ 2 റക്അത്തും നിസ്കാരത്തിന്റെ തുടക്കമാണല്ലോ. അപ്പൊ തറാവീഹിൽ 10 തവണ വജ്ജഹ്തു ഓതണം, ഇഫ്തിതാഹിന്റെ ദുആ ഓതണം. അപ്പൊ അത് ഓതുന്നതായി പലയിടത്തും കാണുന്നില്ല. കാണുന്നുണ്ടെങ്കിൽ അവരെ ഈ വീക്ഷണത്തിൽ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നിർവഹിക്കാതെ നിസ്കരിക്കുന്ന തറാവീഹ് ചുരുങ്ങിയത് അതിൽ 10, അതിന്റെ വിഷയത്തിൽ തന്നെ 10 കറാഹത്ത് വന്നു ചേരുന്നുണ്ട്. ഇഫ്തിതാഹിന്റെ ദുആ ഉപേക്ഷിച്ചുകൊണ്ടുള്ള 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ 10 കറാഹത്ത് വന്നു ചേരുന്നു എന്ന വിഷയത്തിൽ ഖിലാഫില്ല. അപ്പൊ ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം? ഇമാമൊക്കെ നിൽക്കുന്ന ആളുകൾ, ജനങ്ങൾ വളരെ സ്പീഡ് ആഗ്രഹിച്ചുകൊണ്ട് തറാവീഹ് പോലുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുകയാണല്ലോ. അപ്പൊ എന്താണ് ഇപ്പൊ അതിന് പരിഹാരമായിട്ടുള്ളത് എന്നതിന്, വജ്ജഹ്തു എന്ന് പറയുന്ന ആ ഓതാൻ തന്നെ കുറച്ച് സമയം പിടിക്കുമല്ലോ. പലയിടത്തും ഗൾഫിലൊക്കെ ഇമാമ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സറാന്റെ ആൾക്കാരാണ് അറബികളിൽ പെട്ട പലരും. അപ്പൊ അവിടേക്ക് ഈ ഇഫ്തിതാഹിന്റെ ദുആ ഇങ്ങനെ ഈ അർത്ഥത്തിൽ വജ്ജഹ്തു കൊണ്ട് ഓതാൻ തുടങ്ങിയാൽ അത് നടക്കില്ല, അല്ലെങ്കിൽ അത് പ്രയാസകരമായി വരും. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് ഓതില്ല എന്ന ആ കറാഹത്തിൽ നിന്നും ഒഴിവാകാൻ, അത് ഓതി എന്ന സംഭവം ഉണ്ടാക്കി തീർക്കാൻ പല മാർഗങ്ങളും മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിൽ വിശദീകരിച്ചിട്ടുണ്ട്. വജ്ജഹ്തു എന്ന് പറഞ്ഞ ആ മുസ്ലിം ഉദ്ധരിച്ച ആ വജ്ജഹ്തു തന്നെ ഓതണം എന്ന് നിർബന്ധമൊന്നുമില്ല, എന്ന് അത്യാവശ്യവുമില്ല. അതേസമയം അതിന്റെ അർത്ഥങ്ങളിൽ വരുന്ന, ആ ആശയത്തിൽ വരാവുന്ന പലതും വിശദീകരിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഇഫ്തിതാഹിന്റെ ദുആ,
അതെല്ലാവർക്കും ഏത് നിസ്കാരത്തിലും പുലർത്താവുന്നതാണ്. മൗമൂമാണെങ്കിൽ പരമാവധി വജ്ജഹ്തു എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുസ്ലിം ഉദ്ധരിച്ചതായ ആ ഹദീസിൽ വന്ന അത് തന്നെ ഓതണം. അല്ലാത്ത ഇമാമൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്കൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഇഫ്തിതാഹിന്റെ ദുആ അവർക്ക് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഇതായിരിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഏതാനും ദുആകൾ ഈ കൂട്ടത്തിൽ പരിഗണിക്കാൻ പറ്റുന്നത് ഉദ്ധരിച്ച കൂട്ടത്തിൽ സിമ്പിളായൊരു ദുആയാണ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകം ഫീഹി എന്ന് ചൊല്ലിയാൽ മതി. അത് കുറഞ്ഞ 10 സെക്കൻഡ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന ദുആണ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകം ഫീഹി. അതിന്റെ ശേഷം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ അത് ചൊല്ലുക. അതിനാകെ 10 സെക്കൻഡ്. അപ്പൊ അതൊരു അധികം സമയം ചെലവാകുന്നില്ല. ഇതങ്ങോട്ട് ചെല്ലിയാൽ ഇഫ്തിതാഹിന്റെ ദുആ നിർവഹിച്ചു എന്ന സുന്നത്ത് കിട്ടുകയും ചെയ്തു. അത് ഉപേക്ഷിച്ചു എന്നതിന്റെ പേരുള്ള കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതാണ് അവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത് ഇങ്ങനെ നിർവഹിച്ചാൽ തന്നെ 10 തറാവീഹൊക്കെ പോലുള്ളതിൽ 10 കറാഹത്തിൽ നിന്നും മോചനം നേടാൻ കഴിയും. അപ്പൊ ഏത് ഫർള് നിസ്കാരം ളുഹ്റാവട്ടെ അല്ലെങ്കിൽ തസ്ബീഹ് നിസ്കാരമാവട്ടെ മറ്റേത് നിസ്കാരമാണെങ്കിലും ഈ പറയപ്പെട്ട നിയമങ്ങളൊക്കെ എല്ലാ നിസ്കാരത്തിനും ബാധകമാണ്. ഇഫ്തിതാഹിന്റെ ദുആ സുന്നത്താണ് എന്നുള്ളതിൽ നിന്ന് ഒഴിവായിട്ടുള്ളത് ജനാസ നിസ്കാരം മാത്രമാണ് എന്നത് പ്രത്യേകം ഓർക്കുക. പിന്നെ പലരും പല നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലൊന്നും തീരെ പരിഗണിക്കാത്ത ഒരു കാര്യമാണ് ആ ഇഫ്തിതാഹിന്റെ ദുആന്റെ കൂടെ തന്നെ അഊദു ഓതാറില്ല, തഅവൂദ് ഓതാറില്ല. അപ്പൊ തഅവൂദ് ഓതാതെ ഇരിക്കുക എന്നുള്ളതും കറാഹത്തായ സംഗതിയാണ്. അത് ശക്തമായ സുന്നത്താണ്. അതുകൊണ്ട് തഅവൂദ് ഓതലും പ്രത്യേകമായി സുന്നത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ശൈഖ് മഖ്ദൂം തങ്ങൾ തന്നെ വിശദീകരിക്കട്ടെ. ഫബഅദ ഇഫ്തിതാഹിൻ തഅവൂദുൻ, ഇഫ്തിതാഹിന്റെ ദുആന്റെ ശേഷം സുന്നത്താണ് തഅവൂദ് ഓതൽ. വലൗ ഫീ സ്വലാത്തിൽ ജനാസ, അത് മയ്യിത്ത് നിസ്കാരമാണെങ്കിൽ പോലും അഊദ് ഓതണം എന്നാ പറയുന്നത്. മയ്യിത്ത് നിസ്കാരത്തിൽ ഇഫ്തിതാഹിന്റെ ദുആ വേണ്ട, മറ്റേത് നിസ്കാരങ്ങളിലും ഇഫ്തിതാഹിന്റെ ദുആ വേണം. പക്ഷേ മയ്യിത്ത് നിസ്കാരത്തിൽ പോലും വേണ്ടതാണ് ഫാത്തിഹന്റെ മുമ്പ് അഊദ് ഓതുക എന്നുള്ളത്. അത് സിർറൻ പതുക്കെയാണ് ഓതേണ്ടത്. അത് വൈൻ ജലസമായ ഇമാമി തന്റെ ഇമാമിനോടൊപ്പം അത്തഹിയ്യാത്തിന് വേണ്ടി ഇമാമിന്റെ ചലനങ്ങൾക്ക് വേണ്ടി പോയി ഇരുന്നിട്ടുണ്ട്, പിന്നീട് ഖിയാമിലേക്ക് വന്ന് ഫാത്തിഹ തുടങ്ങാൻ, അങ്ങനെ ആണെങ്കിൽ പോലും അവിടെ അഊദ് ഓതണം. അവിടെ വജ്ജഹത്ത് ഓതണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഊദിന് അവിടെയും വിട്ടുവീഴ്ചയില്ല. ആ തഅവൂദ് ഓതണം. ഈ കുല്ല റക്അത്തിന്റെ എല്ലാ റക്അത്തിലും അഊദ് ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാ റക്അത്തിലും അഊദ് ഓതണം എന്ന് പറയുമ്പോൾ ഇപ്പൊ തറാവീഹ് പോലുള്ള നിസ്കാരങ്ങളിലൊക്കെ 20 റക്അത്തിലും നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഫാത്തിഹന്റെ തുടക്കത്തിൽ ഓതണം. എന്നാൽ അത് പലരും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ കറാഹത്താണ് എന്ന വിഷയത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് അതും. അതുകൊണ്ട് ഒഫിൽ ഊല ആക്കത് എന്ന് ഇബാറത്തിൽ കാണാൻ കഴിയും. ഒന്നാമത്തെ റക്അത്തിൽ വളരെ ശക്തമായ സുന്നത്താണ്. എന്നാൽ അതോടുകൂടെ തന്നെ വയുക്റഹു തർക്കുഹു, അഊദ് ഓതലിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. അതിൽ സംശയമൊന്നുമില്ല. അത് ഒന്നാമത്തെ റക്അത്തിലാണെങ്കിലും മറ്റു റക്അത്തുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫാത്തിഹ നിസ്കാരത്തിൽ എവിടെ ഓതുന്നോ അവിടെയൊക്കെ അഊദ് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്നും കൂടെ ഫത്ഹുൽ മുഈൻ 59-ാമത്തെ പേജിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളിൽ പലരും ശ്രദ്ധിക്കാത്തതാണ് 3 തവണ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി എന്നുള്ളത് റുക്കൂഇലും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്നുള്ളത് 3 തവണ സുജൂദിലും പറയണം എന്നുള്ളത്. അത് ചുരുങ്ങിയത് 1 തവണത്തെങ്കിലും പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിലും ആ 1 തവണ പറയൽ കറാഹത്തോടു കൂടെയാണ്, 1 തവണ പറയൽ കറാഹത്താണ് എന്ന് മഹാനായ അലി ഷബ്ര മുല്ലസി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തറാവീഹ് നിസ്കാരമാവട്ടെ മറ്റ് നിസ്കാരങ്ങളാവട്ടെ എവിടെയാണെങ്കിലും സുന്നത്ത് നിസ്കാരമായാലും ഫർള് നിസ്കാരമായാലും ഏത് നിസ്കാരമാണെങ്കിലും റുക്കോയും സുജൂദുമുള്ള നിസ്കാരമാണെങ്കിൽ ആ റുക്കോയിലും സുജൂദിലൊക്കെ ചെല്ലുന്ന തസ്ബീഹുകൾ 3 തവണ ചുരുങ്ങിയത് ഉണ്ടാവൽ അത്യാവശ്യമാണ്. 1 തവണ അതിനേക്കാൾ ചുരുക്കുക എന്നുള്ളത് കറാഹത്താണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളിൽ പലരും ഓതാത്ത കാര്യമാണ് സൂറത്ത് ഓതുക എന്നുള്ളത്. ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും 1 ആയത്ത് ഓതുക അല്ലെങ്കിൽ 3 ആയത്ത് ഓതുക. ഏറ്റവും നല്ലത് 3 ആയത്ത്. അതിനേക്കാളൊക്കെ നല്ലത് ചെറിയൊരു സൂറത്ത് ഓതുക.
അത് പ്രധാനമായ സുന്നത്താണ്, അത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. അത് തറാവീഹ് നിസ്കാരത്തിലൊക്കെ അത് പാലിക്കുന്നുണ്ട് എങ്കിലും സാധാരണ റവാത്തിബ് നിസ്കാരങ്ങളിൽ പലരും പെട്ടെന്ന് ഫാത്തിഹയുടെ സമയം കൊണ്ട് റുക്കോയിലേക്ക് പോകുന്നത് കാണാം. അപ്പൊ അവിടെ ഒന്നും അവർ സൂറത്ത് ഓതുന്നില്ല എന്നാ മനസ്സിലാകുന്നത്. അപ്പൊ അതും വ്യക്തമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കറാഹത്താണ്. ആ കറാഹത്തും നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. യുക്റഹു തർക്കുഹ, സൂറത്തിനെ ഉപേക്ഷിക്കൽ അഥവാ ആയത്ത് ഓതുക അല്ലെങ്കിൽ ആയത്തിന്റെ സ്ഥാനത്ത് സൂറത്ത് ഓതുക എന്നതിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. റിആയത്തൻ ലിമൂജിബിഹ, സൂറത്ത് നിർബന്ധമാണ് എന്ന നയം സൂക്ഷിച്ചതിന് വേണ്ടി. മഹാനായ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുക്ക് സൂറത്ത് ഓതൽ നിർബന്ധമാണെന്ന പക്ഷക്കാരനാണ്. അതുകൊണ്ട് സൂറത്തും ഉപേക്ഷിക്കാൻ പാടില്ല, ഏത് നിസ്കാരമാണെങ്കിലും ശരി. അപ്പൊ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവിടെയും മയ്യിത്ത് നിസ്കാരത്തിന് അതിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവരും അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തറാവീഹിലും വിത്റിലും സുന്നത്ത് നിസ്കാരങ്ങളിലും ചിലരൊക്കെ ഫർള് നിസ്കാരങ്ങളിൽ പോലും സലാം വീട്ടുന്നത്. എന്നാൽ അവിടെയും ഫർള് അതുകൊണ്ട് മതിയാകുമെങ്കിലും അവിടെ പ്രധാനമായ ഒരു സുന്നത്താണ് ഒരു ദുആ കൊണ്ടുവരിക എന്നുള്ളത്. വസുന്ന ഫീ തശഹുദിൻ അഖീറ ദുആഉൻ, അവസാനത്തെ അത്തഹിയാത്തിൽ ദുആ കൊണ്ടുവരൽ സുന്നത്താണ്. ബഅദമാ ദുക്കിറ, അത്തഹിയാത്തിനും സലാത്തിനൊക്കെ ശേഷം. അപ്പൊ അതും കൂടെ പ്രത്യേകമായി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ പല ദുആകളും അതിനെക്കുറിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വ മഅ്സൂറുഹു അഫ്ളലു, അവിടെ ഹദീസിൽ വന്ന ദുആകൾ വളരെ ശ്രേഷ്ഠമായതാണ്. വാക്കതുഹു എന്ന ഹദീസിൽ വന്നതിന് ഒരുപാടുണ്ടെങ്കിലും അതിൽ നിന്ന് ഏറ്റവും ശക്തമായത് മാ ഔജബഹു ബഅദുൽ ഉലമാ, പണ്ഡിതന്മാരിൽ നിന്ന് ചിലര് നിർബന്ധമായി പറഞ്ഞ കാര്യമാണ്. വഹുവ, അതേതാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന ദുആ ആണ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഏത് നിസ്കാരമാണെങ്കിലും, സാധാരണ നിസ്കാരം, മയ്യിത്ത് നിസ്കാരമല്ലാത്ത സാധാരണ നിസ്കാരത്തിന് സ്വഭാവത്തിലുള്ള ഏത് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിലും അത്തഹിയാത്തിന്റെ അവസാനത്തിൽ ഈ ദുആ കൊണ്ടുവരല് വളരെ ശക്തമായ സുന്നത്താണ്. എന്ന് മാത്രമല്ല വ യുക്റഹു തർക്കുഹു, ഈ ദുആനെ ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. ഏതെങ്കിലും ഒരു ദുആ ഉണ്ടായാൽ മതി, ഏറ്റവും നല്ല ദുആ ഇതാണ്, അതിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന് ഫത്ഹുൽ മുഈൻ 72-ാമത്തെ പേജിൽ പറയുന്നു. അപ്പോ സുന്നത്ത് നിസ്കാരങ്ങളിൽ നമ്മൾ ആരും ചെയ്യലില്ല എന്ന് തന്നെ പറയാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് തന്നെയാണ് സലാം വീട്ടുന്നുണ്ട്. അവിടെയും നമ്മൾ ഒരുപാട് ഒരു കറാഹത്ത് ചെയ്യുകയാണ് ഒരു നിസ്കാരത്തിൽ. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ മോക്ഷം നേടിക്കൊണ്ട് ഇപ്പൊ നമ്മൾ റമദാനിലെ തറാവീഹും വിത്റും കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ എപ്പോഴും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിസ്കാരത്തിന്റെ തുടക്കം എന്ന നിലക്ക് 12 നിസ്കാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. തറാവീഹുകൾ 2 റക്അത്തായിട്ട് ഓരോ നിസ്കാരങ്ങളാണല്ലോ. അപ്പൊ ആ ഓരോ നിസ്കാരത്തിന്റെയും തുടക്കത്തിൽ ഇഫ്തിതാഹിന്റെ ദുആ ചെയ്യണം. അപ്പോ തറാവീഹും വിത്റും കൂടെ 12 ഇഫ്തിതാഹിന്റെ ദുആ നമ്മൾ ഉപേക്ഷിക്കുന്നവരെ കുറിച്ചാ പറയുന്നത്. അപ്പൊ ആ ഉപേക്ഷിക്കുന്ന ആളുകൾ 12 കറാഹത്ത് അവിടെ ചെയ്യുന്നു. അപ്പൊ അത് സമയം വൈകുമല്ലോ എന്നതിന് നമ്മൾ പരിഹാരമായി സജക്ഷൻ ചെയ്തത് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് എന്ന 10 സെക്കൻഡ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്ന ഇഫ്തിതാഹിന്റെ ദുആ നിർവഹിച്ചാലും അസ്ലു സുന്നത്ത് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ആ കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ ഇമാമീങ്ങളും അതുപോലെ മോമൂമീങ്ങളും എല്ലാവരും ഇഫ്തിതാഹിന്റെ ദുആ ഇനി മുതലെങ്കിലും ചെയ്യാത്തവര് പതിവായി ഫർളും സുന്നത്തുമായ നിസ്കാരത്തിൽ കൊണ്ടുവരണം. അതൊരു ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഭാരമില്ല. ഏത് നാട്ടിലെ നിസ്കാരത്തിലും 10 സെക്കൻഡ് കൊണ്ട് കഴിയുന്നുണ്ടല്ലോ ഇത്. അതിനുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലലും സുന്നത്താണ്. അത് ഏത് റക്അത്തിലെ ഏത് ഫാത്തിഹയിലും ചൊല്ലല് സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്താണ്. അതുപോലെ അപ്പോ തറാവീഹിൽ ഇപ്പൊ അതും കൂടെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ തറാവീഹിലും വിത്റും കൂടെ 23 കറാഹത്ത് ആ വകുപ്പിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോ 12 കറാഹത്ത് വിത്റിലും തറാവീഹിലും കൂടെ ഇഫ്തിതാഹിന്റെ ദുആ ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു. 23 കറാഹത്ത് അഊദു ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു. പിന്നെ നിസ്കാരത്തിന്റെ അവസാനത്തിലുള്ള അത്തഹിയാത്തിൽ ചെയ്യേണ്ട ദുആ ഉപേക്ഷിക്കുന്നു. അത്
12 തവണ അത് ഉപേക്ഷിക്കുന്നു. കാരണം 12 ഘട്ടായിട്ടാണല്ലോ. അപ്പോ 3 റക്അത്ത് വിത്ർ 2 ഘട്ടമായിട്ടും 20 റക്അത്ത് തറാവീഹ് 10 ഘട്ടമായിട്ടുമാണ് നമ്മൾ നിസ്കരിക്കുന്നത്. 10 നിസ്കാരവുമായിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ഓരോ ഈ 2 റക്അത്തിലും സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഈ ദുആ ചെയ്യൽ സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്താണ്. അപ്പൊ മൊത്തം നമ്മൾ നിർവഹിക്കുന്ന തറാവീഹ് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ മറ്റോ, അല്ലെങ്കിൽ ചെയ്യുന്നവരുടെ പാലിക്കാത്തവരുടെ അശ്രദ്ധ കൊണ്ടോ മറ്റോ 47 കറാഹത്ത് അതിൽ തന്നെ വന്നു ചേരുന്നുണ്ട്. ഒരു തറാവീഹ് നിസ്കാരവും വിത്രും കൂടി കഴിയുമ്പോഴേക്കും മുത്തഫക്ക് അലഹിയായ ഇത്തിഫാക്കുള്ളതായ 47 കറാഹത്ത് അതിൽ വരുന്നുണ്ട്. അപ്പൊ 47 കറാഹത്ത് നിർവഹിച്ചുകൊണ്ട് റമദാനിൽ തറാവീഹ് നിസ്കരിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ നിസ്കരിക്കാതെ ഇരിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ചിലർ സംശയിക്കുന്നത്. യഥാർത്ഥത്തിൽ റമദാനിൽ നമ്മൾ ആരാധനയിൽ സജീവമാകുമ്പോൾ നിസ്കാരങ്ങളൊക്കെ അതിന്റെ ജീവസുറ്റ അർത്ഥത്തിൽ തന്നെ പാലിച്ചുകൊണ്ട് നിർവഹിക്കൽ അത്യാവശ്യമാണല്ലോ. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെ തസ്ബീഹുകളൊക്കെ ചെല്ലുന്ന വിഷയത്തിൽ. അത് തറാവീഹിലൊക്കെ 3 തവണ ചൊല്ലുന്നുണ്ട് എങ്കിലും വളരെ സ്പീഡിലാണ്. ഒക്കെ സ്പീഡൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. എങ്കിലും 3 തവണ എന്നുള്ളത് 3 തവണ തന്നെ ചൊല്ലണം. അപ്പോൾ കേവലം നമ്മളെ നിസ്കാരങ്ങളിലൊക്കെ ഒരുപാട് കറാഹത്തുകൾ വന്നു ചേരുന്നുണ്ട്. 50ഓളം കറാഹത്ത് നമ്മൾ നിത്യവും നിർവഹിക്കുന്ന റമദാനിൽ തറാവീഹ് വിത്റിൽ 23 റക്അത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇത്തിഫാക്കായ കറാഹത്തുകൾ. പിന്നെ അതല്ലാത്ത കുറെ വേറെ കറാഹത്തുകളുണ്ട്. ഏത് സുന്നത്ത് ഉപേക്ഷിക്കലും കറാഹത്താണ് എന്ന ഫത്ഹുൽ മുഈനിന്റെ വാദമടിസ്ഥാനത്തിൽ ഒരുപാട് സുന്നത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ നിസ്കാരത്തിൽ നിർവഹിക്കുന്നത്. അപ്പൊ അതൊക്കെ പാലിച്ചുകൊണ്ടുള്ള നിസ്കാരമായിരിക്കണം. ഈ കറാഹത്തിന്റെ കാര്യം നമ്മൾ ഇത്ര ഗൌരവമായി വീക്ഷിക്കാൻ കാരണം, കറാഹത്തുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹറാം ചെയ്യാനുള്ള അറപ്പ് തീരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ, തസവുഫിന്റെ ഗ്രന്ഥങ്ങളിലും ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയുടെ ഒരു ഭാഗത്ത് കറാഹത്തുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ കറാഹത്ത് ഹറാമിലേക്ക് വഴി തെളിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. യതതറഖു ഇലൽ ഹറാം, ഹറാമിലേക്ക് അത് വഴി നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കറാഹത്തുകളിൽ നിന്ന് തന്നെ നാം അകന്നു നിൽക്കൽ അത്യാവശ്യമാണ്. കറാഹത്ത് ചെയ്ത് അവസാനം ഹറാം ചെയ്യുന്നതിനും ഉളുപ്പില്ലാത്ത ഒരു അറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. അപ്പൊ അത്തരം ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾ മാറി നിൽക്കണം. സാധാരണ 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാമാകും എന്ന് പറയുന്നൊരു നാടൻ സംസാരം ഉണ്ടല്ലോ, അതിന് ആധികാരികതയില്ല എങ്കിലും കറാഹത്ത് ഇങ്ങനെ ചെയ്ത് അത് ഹറാമിലേക്ക് കൂട്ടുമെന്ന ആ വാദം പണ്ഡിതന്മാരൊക്കെ സമർത്ഥിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മെസ്സേജുകൾ, ഈ നിസ്കാരങ്ങളിലും മറ്റും പാലിക്കേണ്ട ഈ കറാഹത്ത് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ മെസ്സേജ് എല്ലാ ഷെയറിംഗ് സംവിധാനമുള്ള ആളുകളും അവരുടെ വാട്സപ്പിലൂടെയും മറ്റ് ഷെയറിംഗ് സംവിധാനങ്ങളുടെയും ഗ്രൂപ്പാന്തരങ്ങളിലൂടെ ഷെയർ ചെയ്ത് ലക്ഷങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ച് ആ ലക്ഷങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് നിസ്കാരത്തിൽ അവർ പാലിക്കുന്ന ആ കറാഹത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട് സുന്നത്തുകൾ ജീവിപ്പിക്കുവാൻ തയ്യാറായാൽ ഈ പറയുന്ന എനിക്ക് കിട്ടുന്നത് പോലെയുള്ള ഒരു പ്രതിഫലം ഇത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ സജീവമാകാൻ, സുന്നത്തുകളൊക്കെ അശ്രദ്ധ കൊണ്ടോ മറ്റോ പലരിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഓർമ്മപ്പെടുത്തി ആ സുന്നത്തുകൾ പുനർജീവിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ, അവരുടെ ആരാധനകളിൽ പുലർത്താനുള്ള ഒരു പ്രോത്സാഹന ശക്തിയായി നമ്മുടെ ഈ മെസ്സേജുകളും സന്ദേശങ്ങളും ഷെയറിങ്ങുകളും ഒക്കെ മാറണം. അതിനുവേണ്ടി സദുദ്ദേശത്തോടെ ഒരു ധർമ്മ വിപ്ലവം എന്ന നിലയ്ക്ക് എല്ലാവരും ഈ ബാധ്യത ഏറ്റെടുത്ത് സർവ്വ ഗ്രൂപ്പുകളിലേക്കും എല്ലാവരും ഇത് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ദീനിന്റെ കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കുവാനും അത് മുഖേന നമ്മുടെ ആഖിറത്തിൽ നമ്മുടെ ഹിസാബ് ലഘുവാകാനും നമ്മുടെ നന്മയുടെ തട്ട് ഭാരമാകാനും അല്ലാഹു അവസരം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.